പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല ഭംഗിയിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കണ്ടത്. ഒരു ബയോളജി ടീച്ചറായ ഞാൻ എങ്ങനെയാ ആ ചെമ്പരത്തിപ്പൂവിനെ വെറുതെ വിടുക? അതിനെ ഇങ്ങനെ മെല്ലെ എടുത്ത് ഓമനിച്ച് ഞാൻ അതിനെ അങ്ങ് മെല്ലെ പറിച്ചെടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കശാപ്പുശാലയിലേക്ക് അങ്ങോട്ട് പോയി. വെട്ടിപ്പരുവാക്കുന്നതിന് മുമ്പേ അതിൻ്റെ സൗന്ദര്യം ഒന്നും കൂടി ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ വീഡിയോ എടുത്തു. പണ്ട് മുതലേ ബയോളജി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്ക് പിള്ളേർക്ക് ഓർമ്മ വരിക ഈ ചെമ്പരത്തിപ്പൂവും പിടിച്ചു വരുന്ന ടീച്ചർമാരായിരിക്കും അധികവും. ഈ പാർട്സ് ഓഫ് ഫ്ലവർ പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഫ്ലവറാണ് നമ്മുടെ ചെമ്പരത്തി. അധികം വൈകാതെ തന്നെ നമുക്ക് പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. ചെമ്പരത്തി ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരേ ഫ്ലവറിൽ തന്നെ കാണുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. നമ്മളിപ്പം കാണുന്നത് അതിൻ്റെ സ്റ്റോക്ക് പോലുള്ള ഭാഗമാണ്. ഇതിന് പറയുന്ന പേരാണ് പെഡിസൽ. ഒരു സിംഗിൾ ഫ്ലവറിനെ അതിൻ്റെ ഇൻഫ്ലോറസൻസിൻ്റെ ബ്രാഞ്ചിലേക്ക് ചേർക്കുന്നതാണ് പെഡിസൽ. ഇതിന് മുകളിലായി നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇതളുകൾ കാണാം. അതാണ് എപ്പികാലിക്സ്. അതിന് മുകളിൽ കപ്പ് പോലെ കാണുന്ന ഭാഗമാണ് ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം കാലിക്സ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പൂവിനെ അതിൻ്റെ ഇൻഫ്ലോറസൻസിൻ്റെ സ്റ്റോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് പെഡിസൽ. പെഡിസലിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഗ്രീൻ കളറിലുള്ള കുഞ്ഞു വേൾസ് ആണ് ഈ എപ്പികാലിക്സ് എന്ന് പറയുന്നത്. ചെമ്പരത്തിയിൽ 5 എപ്പികാലിക്സ് ആണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മളിപ്പം കാണുന്ന ഈ കപ്പ് പോലുള്ള ഭാഗമാണ് അതിൻ്റെ കാലിക്സ് എന്ന് പറയുന്നത്. ഒരു പൂവ് ബഡായിരിക്കുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാലിക്സിൻ്റെ ധർമ്മം. ഈ കാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഇതളുകൾക്കും പറയുന്നതാണ് സെപ്പൽസ്. നമുക്ക് ചെമ്പരത്തിയിൽ ഈ സെപ്പൽസുകളെല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പിൻ്റെ രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. 5 സെപ്പലുകളാണ് നമുക്ക് ചെമ്പരത്തിയിൽ കാണാൻ കഴിയുക. നമ്മളൊരു ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിന് പറയുന്ന പേരാണ് കൊറോള. ഈ കൊറോള ഉണ്ടായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇതളുകളാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്കത് ഫ്യൂസ് ചെയ്തിട്ടുള്ള പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഓരോ പെറ്റലുകളും ഫ്രീ ആണ്. പക്ഷേ ഈ പെറ്റലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ട്വിസ്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മളിപ്പം കണ്ട കാലിക്സും അതേപോലെ കൊറോളയും ഒരു ചെടിയുടെ നോൺ എസെൻഷ്യൽ പാർട്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെടിയിലെ എസെൻഷ്യൽ പാർട്സ് ആയിട്ടുള്ള ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആണ്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ആൻഡ്രീഷ്യം എന്നും അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ഗൈനീഷ്യം എന്നാണ് വിളിക്കുന്നത്. ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത് സ്റ്റേമൻസ് കൊണ്ടും അതുപോലെ ഗൈനീഷ്യം ഉണ്ടായിരിക്കുന്നത് പിസ്റ്റൽ കൊണ്ടുമാണ്. നമ്മളൊരു പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക: ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ചെമ്പരത്തിപ്പൂവിനെ ഡിസെക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു സ്റ്റൈല് കാണാൻ പറ്റും. ആ സ്റ്റൈലിൻ്റെ മുകളിലായിട്ട് 5 സ്റ്റിഗ്മാസ് ആണ് ചെമ്പരത്തിപ്പൂവിനുള്ളത്. ചെമ്പരത്തിപ്പൂവിൽ നമുക്ക് ന്യൂമറസ് നമ്പർ ഓഫ് സ്റ്റേമൻസ് കാണാൻ പറ്റും. സ്റ്റേമൻസിന് പ്രധാനമായിട്ട് 2 ഭാഗമാണുള്ളത്: ഒരു ആന്തറും അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ഫിലമെൻറ്റും. അപ്പോൾ നമ്മുടെ ഡിസെക്ഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയത്.